ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി, B6 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം. ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറയുന്നുണ്ട് വണ്ടി തള്ളണ സമയത്ത്. പിന്നെ വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഒക്കെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാൽ ബ്രേക്ക് ലൈനർ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തിടാം. ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. നിലവിൽ ടയർ ബാക്കിലത്തെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്താൽ മതി. പിന്നെ ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ കമ്പനി ഫിൽറ്റർ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തിടാം, തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. മാറ്റേണ്ട ടൈം ആയിട്ടില്ല കേട്ടോ. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഈ ലൈനറും ബെൽറ്റൊക്കെ വർക്ക് ചെയ്തതിൻ്റെ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് യൂണിറ്റൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഓയിൽ സീലുകളായാലും ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ നമുക്ക് കിടക്കണത് കേട്ടോ. പുതിയ ബെൽറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കി, വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഹെഡിൻ്റെ സൈഡിൽ നിന്നില്ല. ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈൻ്റെ ബാറ്ററി ഇരിക്കണേ. ITZ4, അതായത് 4 ആമ്പിയറിൻ്റെ ബാറ്ററി വണ്ടി ഇരിക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.9 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.22 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കത് യൂസ് ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ഒരു ബ്രേക്ക് കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. അത് കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ലോഡ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കേബിൾ കണക്ഷൻ വരുന്നുണ്ട്. ആ കേബിളാണത്. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്രണ്ട് ബ്രേക്കിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്തു. ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഫ്രണ്ട് ഷോക്കിൻ്റെ ആയാലും വർക്കിങ്ങൊക്കെ ചെക്ക് ചെയ്തിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും ചേട്ടാ. ഓയിൽ ലീക്ക് കാര്യങ്ങളോ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിൽ സീൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്ലഗ്ഗാണ്. നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ പ്ലഗ് മാറ്റിയിട്ടാൽ മതി. നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുള്ളൂ, വേറെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി തള്ളണ സമയത്ത് ടൈറ്റ് സൗണ്ട് പറയണതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഒരു വീലിൻ്റെയാണ് കേട്ടോ. നിലവിൽ അതിൻ്റെ ഒരു ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ്. അത് തള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് ഫീൽ ആവുള്ളൂ. നേരെ മറിച്ച് വണ്ടി ഓടണ സമയത്ത് ക്ലച്ച് യൂണിറ്റ് മൊത്തത്തിൽ വർക്ക് ചെയ്യണതുകൊണ്ട് നമുക്കതുകൊണ്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. നിലവിൽ അതിന് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് നിലവിൽ ആ സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ടി വരുന്നത് ഈ ഒരു വീലാണ്. അപ്പോൾ തൽക്കാലം അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും നമുക്കില്ല. വണ്ടി സ്ലോ സ്പീഡിൽ സ്റ്റാർട്ടായിട്ട് നിൽക്കുമ്പോഴോ വണ്ടി തള്ളണ സമയത്തൊക്കെ അത് വർക്ക് ആവുള്ളൂ. വണ്ടി ഓടുമ്പോൾ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒരുമിച്ച് ഗിയർ ബോക്സ് വർക്ക് ചെയ്യണതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് റോള് വരുന്നില്ല അതിനകത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടി നമ്മളിത് കൂടും, വലിയ സൗണ്ടൊക്കെ ആവണ സമയത്ത് മാറ്റി കളഞ്ഞാൽ മതി. തൽക്കാലം അതുകൊണ്ട് വേറെ അതങ്ങനെ കിടന്ന് ഓടിയാലും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 7 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ, അപ്പോൾ കുറച്ച് വൈകി തന്നെ തീരുള്ളൂ കേട്ടോ. ഞാൻ വിളിച്ചോളാം.